ഈശ്വര, എന്തായത്? ഇല്ല, ഒരിക്കലും വിഷ്ണുവേട്ടനായിരിക്കില്ല. ആവരുത്, ആവാൻ പാടില്ല. എന്തായിരുന്നു വിഷ്ണുവേട്ടന് പറ്റിയത്? എന്തൊക്കെയോ എന്നിൽ നിന്നും ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നെ തനിച്ചാക്കി ഇത്രമാത്രം മാറിപ്പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ഞാൻ വിഷ്ണുവേട്ടന്റെ ആരുമല്ലായിരുന്നു. അല്ല, ഇനി എന്താണ് മാഡം നമ്മുടെ അടുത്ത നീക്കം? നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടാവും. നിങ്ങളുടെ സഹായം കൊണ്ടാ കേരളത്തിൽ നിന്ന് വന്ന കനകലതയ്ക്ക് ഇവിടെ ഈ ശവസംസ്കാര ചടങ്ങ് നടത്താൻ പറ്റിയത്. നിങ്ങൾക്കപ്പോ ഇതിനുള്ള പണം തന്നത് ആരാണ്? കനകലതാമ്മ. നിറയെ പണം കൊടുത്താങ്ക തങ്കமான സ്ത്രീ. മാഡം, ഇവര് പറയുന്നത്? ഇവര് പറഞ്ഞ ഈ തങ്കமான സ്ത്രീയാണോ റസാഖ്? രേഷ്മ. അതിനവള് നമുക്ക് പിടി തരുന്നില്ലല്ലോ മാഡം. അവളെ ഐഡന്റിഫൈ ചെയ്യാൻ മാരിയപ്പനും സാധിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കില്ല റസാഖ്. അതെന്റെ വിഷ്ണുവേട്ടനല്ല. വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരെ ഞാനത് വിശ്വസിക്കില്ല. എന്റെ വിഷ്ണുവേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? രേഷ്മ, ഇതിന്റെ എല്ലാം പിന്നില് അവളുണ്ടോന്നറിയണം. ഉണ്ടെങ്കിൽ അവളിൽ നിന്ന് തന്നെ അറിയണം വിഷ്ണുവേട്ടൻ എന്താ പറ്റിയെന്ന്. പറയിക്കണം അവളെ കൊണ്ട്. നമുക്ക് ശ്രമിക്കാം മാഡം.